ലഹരിക്കടിമപ്പെട്ടു പോയവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ പ്രവർത്തിക്കുന്ന പിലാത്തറ വചനജ്യോതി 13ാം വർഷത്തിലേക്ക്. വാർഷികത്തിന്റെയും പുതിയ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം 17-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് ഫാദർ ആന്റണി പുതുമന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നവരുടെ മോചനത്തിനായുള്ള ആശ്രയ കേന്ദ്രമാണ് പിലാത്തറയിലെ വചനജ്യോതി. ലഹരിയിൽ നിന്നും മോചനം നൽകി നൂറുകണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വചനജ്യോതി 13ാം വാർഷികത്തിന്റെ നിറവിലാണ്. വാർഷികവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 17-ന് രാവിലെ 10 മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് ഫാദർ ആന്റണി പുതുമന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 13 വർഷം പൂർത്തിയാകുന്ന ഈ സമയത്ത് 4200-ലധികം വ്യക്തികൾ ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ ഒരു പകുതിയിലധികം ആൾക്കാർ സുബോധത്തിൽ ജീവിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു 2000-നോടടുത്തുള്ള കുടുംബങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നുണ്ടെന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാരണമാണ്, ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അല്പം കൂടി നൂതനമായ ചികിത്സാ സൗകര്യങ്ങളോടുകൂടി, അതുപോലെ തന്നെ കൂടുതൽ സൗകര്യങ്ങൾ അവിടെ വരുന്ന ചികിത്സാർത്ഥികൾക്ക് ഞങ്ങൾ അവരെ രോഗികളെന്ന് നേരിട്ട് വിളിക്കുകയില്ലെങ്കിൽ പോലും അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. താമസ സൗകര്യം, ചികിത്സാ മുറികൾ, മെഡിക്കൽ യൂണിറ്റ്, ഫാർമസി, നഴ്സിംഗ് യൂണിറ്റ്, കൗൺസിലിംഗ് റൂമുകൾ, കളിസ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെട്ടതാണ് പുതിയ കെട്ടിടം. 21 പേരാണ് നിലവിൽ വചനജ്യോതിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ജാതിമത ഭേദമില്ലാതെ എല്ലാവർക്കും ലഹരി മോചനത്തിനായി വചനജ്യോതിയിൽ ചികിത്സ നൽകുന്നുണ്ട്. മരുന്നുകളിലൂടെ മാത്രമല്ല, മാനസികാരോഗ്യം കൂടി വീണ്ടെടുത്താണ് ഇവിടെ നിന്നും ആളുകളെ തിരികെ അയക്കുന്നതെന്നും ഫാദർ ആന്റണി പുതുമന പറഞ്ഞു. ക്രിസ്റ്റി തോമസ്, വിനോദ് കാണിത്തുങ്കൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.